ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. കാര്യം നമ്മൾ പലപ്പോഴും വീഡിയോസ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലതിനകത്ത് നമുക്ക് റീകൺസിലിയേഷൻ കിട്ടാറുണ്ട്, ചിലതിനകത്ത് കുറച്ച് ഡിലേ ആവാറുണ്ട്, ചില വീഡിയോസിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് കരുതിയിരിക്കേണ്ട വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ആ ഒരു റീകൺസിലിയേഷൻ പർപ്പസിന് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കാണ് ഇവിടെ കൂടുതലായിട്ട് ആ ഒരു റീകൺസിലിയേഷൻ പോസിബിലിറ്റി ഉള്ളത്? ഇപ്പോൾ ഒരുപാട് പേര് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കാം. പലരും പല പല സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലവർ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്. അപ്പോൾ ആർക്കാണ് അതിലുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്? ആരുടെ ലൈഫിലാണ് വീണ്ടും ആ ഒരു റീകൺസിലിയേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാനായിട്ട് പോകുന്നത്? ഇതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക, ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ആദ്യം നിങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം പേഷ്യൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് പലതരത്തിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിൽ മാനസിക നില കൊണ്ടുപോയിട്ടുള്ള വ്യക്തികളാണ്. അതായത് നിങ്ങൾക്കൊരു സ്റ്റേബിൾ മൈൻഡിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പും അത്തരത്തിലുള്ളതാണ്. എപ്പോഴും ഇതിനകത്ത് ആ ഒരു ഉയർച്ച താഴ്ചകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടും താഴ്ചകൾ തന്നെയായിരിക്കും, ഉയർച്ച വളരെ കുറവാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളതെല്ലാം സഫർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് അകൽച്ചയിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവമല്ല. കാരണം ഇതിനു മുൻപും ഈ ഒരു പേഴ്സണുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അവോയ്ഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരുപാട് നിങ്ങളിത് സഫർ ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ എപ്പോഴൊക്കെ നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നോ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു. അതായത് നിങ്ങളിത് വേണ്ട, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാം എന്നൊക്കെ മനസ്സുകൊണ്ട് ആലോചിക്കുകയായിരിക്കും. അതിന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാലും ഒരുപാട് വേദനയോടുകൂടിയാണെന്നുണ്ടെങ്കിലും ആ ഒരു മനസ്സിലേക്ക് നിങ്ങൾ എത്താൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വീണ്ടും സ്നേഹമായിട്ടോ അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസിലിയേഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. നിങ്ങളെപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പീക്ക് ടൈമിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. കാരണം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനോ ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കാനോ ഒന്നും നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ തീരെ നിവർത്തി കിടന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു മനോദുഃഖമൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാം എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവുന്നു. നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ആവുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെയുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്ന രീതിയോ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അങ്ങനെ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ്.
ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൂടെയൊക്കെ ആയിരിക്കണം നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമീപ്യമോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും ഈ ഒരു പേഴ്സണുമായിട്ട് എപ്പോഴൊക്കെ ഇതുപോലെയുള്ള ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നോ അതിനേക്കാൾ വളരെ തീവ്രമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയല്ല, അതിലും കുറച്ചും കൂടി ഒരു പടി കൂടി മേലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു ബ്രേക്കപ്പ് അതുപോലെയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ പഴയതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരണം എന്നൊരാഗ്രഹത്തോടെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതുപോലെ മൂവ് ഓൺ ആയിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു പോസിറ്റീവ് വൈബും കൊണ്ട് വരുന്നത് കൊണ്ട് അതുപോലെ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇത്തവണത്തെ നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് പോലും ഈ ഒരു പേഴ്സൺ ഇതുവരെ നിങ്ങളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും ഇതിനകത്ത് ആകെ ഒരു മടുത്ത ഒരു അവസ്ഥയിലാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ച കുറവുണ്ടാവുക, ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോന്നലാണ്. ചിലപ്പോൾ മറ്റാരെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റായി വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നല്ലൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡ്രീം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മാനസിക സംഘർഷം തന്നെയാണ്. അതായത് നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷം, എന്തൂസിയാസം ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ ഒരു ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിലും കൂടുതലായിട്ടും ഉണ്ടാവുന്നത് പലപ്പോഴും മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലുള്ള സമയത്ത് മാത്രമായിരിക്കാം നിങ്ങൾക്ക് അത്രയും ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടാവുക. വീണ്ടും പല കാര്യങ്ങൾ കൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മനമെടുക്കുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തുനിന്ന് ഇറങ്ങി പോരാനും കഴിയുന്നില്ല. കാരണം ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം അത്രത്തോളം നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ് ഈ ഒരു രീതിയിലേക്കൊക്കെ പോകാനുള്ള കാരണം പ്രധാനമായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി മുഖാന്തരം ഉണ്ടാകുന്ന വഴക്കുകളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരുപാട് പൊസസീവായിരിക്കാം. അതായത് ഈ ഒരു വ്യക്തിയെ യാതൊരു കാരണവശാലും മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ഒന്ന് നോക്കുന്ന പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, എൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാരണവും ഇതിനകത്ത് പല പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു നോ കോണ്ടാക്റ്റ് ആയാലും ലെസ് കോണ്ടാക്റ്റ് ആയാലും ഇത് വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ശേഷമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവർ വീണ്ടും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇത്തവണ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഏത് ഒരു നമ്മൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു വഴക്കായാലും കാര്യങ്ങളായാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അത്ര വേഴ്സായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ഇത്തവണ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒന്നായിരിക്കാം. ചിലപ്പോൾ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ പോലെ നിങ്ങൾ പെരുമാറിയ ഒരു സമയത്തായിരിക്കാം ഇതൊരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾ പോലും ചിലപ്പോൾ ഒട്ടും നനച്ചിരിക്കാത്തൊരു സമയത്തായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ സഡനായിട്ട് നിന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലാണ്. അപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനൊരു പരിവർത്തനം ആവശ്യമാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. എല്ലാം എപ്പോഴും ഒരേപോലെ പോകണമെന്നില്ല. അപ്പോൾ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 വ്യക്തികളിൽ ആർക്കെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേർക്കുമായിരിക്കാം ഒരു മാറ്റം അനിവാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സഫറിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിന് ആവശ്യമായിട്ടുള്ള ഒരു സമയമായിരിക്കാം. അതൊരു സ്പിരിച്വൽ ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ മെൻ്റൽ ഗ്രോത്ത്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില യൂണിവേഴ്സ് കൽപ്പിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്യാവശ്യമായിട്ടുണ്ടാവേണ്ടുന്ന ഒരു സമയം തന്നെയാണിത്. അതായത് നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ആ ഒരു സമയത്ത് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ 10 ഇരട്ടിയായിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ ആയിരിക്കാം ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ആ ഒരു സമയങ്ങളെക്കാൾ വളരെ കൂടിയ ഒരു ദൈർഘ്യമേറിയ ഒരു ടൈമായിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ. അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കറൻ്റ്ലി നിലനിൽക്കുന്ന ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യമായിരിക്കാം ഇത്രയധികം ഒരു കാലയളവ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, കറൻ്റ്ലി നിങ്ങളെപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓർത്തിട്ട് വളരെ കഠിനമായിട്ട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി 24/7 എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട്. വളരെയധികം ഒരു നിരാശ നിങ്ങളിൽ പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം നിങ്ങളിൽ കുറച്ച് പേര് ഈ ഒരു അവസ്ഥ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരുപാട് നിരാശയും വിഷമവും കരച്ചിലും അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം നിങ്ങൾ പോയി പെട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ഇനി എനിക്ക് ഇതിനകത്ത് കിടന്ന് നരകിക്കാനായിട്ട് വയ്യ, അല്ലെങ്കിൽ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എനിക്ക് എന്നെ തന്നെ ബലി കൊടുക്കാൻ വയ്യ എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാറിയ വ്യക്തികളെന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്തവരാണ്. ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ അംഗീകരിച്ച വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള ആ ഒരു മുൻപോട്ടുള്ള പോക്കെന്ന് പറയുന്നത് സെൽഫ് ഫോക്കസ് ആണ്. നിങ്ങളിപ്പോൾ കൂടുതൽ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അത്രയധികം ബോധഡ് ആവുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ട്, വിഷമമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ഇത്രയും അധികം എനർജി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും നിങ്ങൾ ഇട്ടിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് ഓവർകം ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. ആ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ, നിങ്ങൾക്കൊരു നീതി യൂണിവേഴ്സ് തരട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ ആ ഒരു 24/7 എന്നുള്ള ആ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് മാറ്റിയിട്ടുണ്ടാവാം. പതിയെ പതിയെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതായത് ഇവിടെ റീകൺസിലിയേഷൻ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ തവണയും ഇങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുകയല്ല, ഓൾറെഡി നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു ധാരണയുണ്ട്, ഇനിയൊരു വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാലും ഞാൻ ഇത്രയധികം ഇതിനകത്ത് ഇൻവോൾവ് ആവില്ല, അല്ലെങ്കിൽ എൻ്റെ ഫുൾ എനർജി ഞാൻ ഈ ഒരു പേഴ്സണ് കൊടുക്കില്ല എന്ന ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്കാണ് ഈ ഒരു പേഴ്സൺ തിരികെ വരാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇതിന് മുൻപ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ പോയിട്ടുണ്ടാവാം, അവർക്ക് മെസ്സേജ് അയച്ച് നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമ്പറിൽ നിന്നൊക്കെ കോൾ ചെയ്ത് നോക്കിയേ, അങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ മാക്സിമം കെഞ്ചിയൊക്കെ നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ അപ്പോഴൊന്നും അവർ പെട്ടെന്ന് എന്താ പറയുക മനം മാറി വരണം എന്നൊന്നുമില്ല, അവർക്ക് തോന്നുമ്പോഴാണ് അവരിതിലേക്ക് വരിക. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കാനായിട്ട് നിങ്ങൾ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വഴി തേടിയെടുത്തപ്പോൾ ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾക്കാണ് ആ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സഫറിങ്സിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്യൂരിഫൈ ചെയ്ത് വന്നവരാണ്. അനുഭവിച്ച് മടുത്തിട്ടുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ അത്രയും ഒരു സഫറിങ്സ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദുരനുഭവങ്ങൾ തന്നെയായിരിക്കാം.
എന്നിട്ട് നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. എപ്പോഴും നിങ്ങളൊരു സ്നേഹക്കൂടുതൽ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെയും കൂടി ഒരു തെറ്റ് ഇതിനകത്ത് പറ്റിയിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് സ്വയം ന്യായീകരിച്ച് പോന്നിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾ ആ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മൂൺ എനർജിയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മൊത്തം ഒരു ഇരുട്ട്, മറ, മിസ്റ്ററീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം വീഴാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരുപാട് നാളത്തെ ആ ഒരു ഇരുട്ടിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മനോവേദനയ്ക്ക് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം കടന്നു വരാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തുടരെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പാളിച്ചകൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന രീതിയിലുള്ള എനർജീസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വീശുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും അധികം ഒരു പാഷനേറ്റ് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പുറകെ നടന്നിട്ടൊക്കെയാണ് അവർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് താണു വീണ് പറയുമ്പോഴൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഓൾറെഡി നിങ്ങളുടെ മാറ്റം പോലും അവരെ അതിശയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഇവരുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ എന്ന് പറയുന്നത് ഉടനടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കേട്ട് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലായിരിക്കാം. അപ്പോൾ എത്രയും വേഗമുള്ള ഒരു റിസൾട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു റിലേഷൻഷിപ്പും ആ ഒരു യൂണിവേഴ്സിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഈ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു റീകൺസിലിയേഷൻ നിങ്ങളുടേതാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു ബോണ്ടിങ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അത്തം നക്ഷത്രം, ലെറ്റർ I, നമ്പർ 24, നവംബർ മന്ത്, നമ്പർ 18, നമ്പർ 4, Thrissur district, August month, letter A, Leo zodiac sign, number 10, number 5, number 29, letter E, Kollam district, February month, number 14, ചോതി നക്ഷത്രം, രേവതി, Aries zodiac sign, letter S, letter J, Taurus, number 13, Ernakulam, January month, letter L, letter M. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെയധികം വിഷമത്തിലാണ് അവരുടെ ലൈഫ് പോകുന്നതെങ്കിൽ, അവരവരുടെ വ്യക്തിയെ കാത്തിരിക്കുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.